ചേമ്പിൻ്റെ തണ്ട് കൊണ്ട് ഇന്നൊരു തീയലുണ്ടാക്കാമേ. താളുകറി എന്നാണ് ഇതിന് പറയുന്നത്. ചേമ്പിൻ തണ്ടിൻ്റെ പുറമേയുള്ള ഭാഗം ഇതുപോലെ ചെത്തിക്കളയാം കേട്ടോ. ഇതിനാവശ്യത്തിന് പച്ചമുളകും സവാളയും തേങ്ങാക്കൊത്തും കറിവേപ്പിലയും എടുത്ത് വെച്ചിട്ടുണ്ട്. സവാളയേക്കാൾ നല്ലത് കൊച്ചുള്ളിയാണ്. ചേമ്പിൻ തണ്ട് ചെറുതായി ഇതുപോലെ കുനുകുനാന്നരിയുന്നുണ്ട് കേട്ടോ. ഈ അരിഞ്ഞു വെച്ച ചേമ്പിൻ തണ്ടിലേക്ക് ഉപ്പിട്ട് വെള്ളമൊഴിച്ച് കുറച്ച് നേരം മാറ്റി വെക്കാം. അതുമല്ലെങ്കിൽ അരിയുന്നതിന് മുന്നേ ചേമ്പിൻ തണ്ടിൽ നന്നായി ഉപ്പ് തേച്ച് പിടിപ്പിച്ച് കൊത്തി അരിഞ്ഞതിന് ശേഷം കഴുകി മാറ്റുകയോ ചെയ്യാം. ചൊറിച്ചിൽ മാറ്റാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. തിരുമ്മിയ തേങ്ങയിൽ നിന്നും കഴന്ന് മാറ്റി വെക്കുന്നുണ്ടേ. കഴന്ന് മാറ്റിയ തേങ്ങ വറുക്കാനെടുക്കുകയാണ് കേട്ടോ. സവാളയും പച്ചമുളകും തേങ്ങാക്കൊത്തും ചെറുതായി അരിഞ്ഞിട്ടുണ്ടേ. തേങ്ങ നന്നായി വറുത്തെടുക്കുന്നുണ്ടേ. പെട്ടെന്ന് മൂക്കാൻ വേണ്ടിയാണ് കേട്ടോ കഴന്ന് ഇതിൽ നിന്ന് മാറ്റിയത്. നല്ല മൂത്ത് വന്ന തേങ്ങയിലേക്ക് ആവശ്യത്തിന് മുളക് പൊടിയും മല്ലിപ്പൊടിയും ചേർത്തു. ഈ വറുത്തെടുത്ത തേങ്ങ നന്നായി ഇളക്കി കൊടുക്കുന്നുണ്ടേ. ശേഷം തണുപ്പിക്കാനായി മാറ്റി വെച്ചു. ഇതേ പാത്രത്തിൽ തന്നെ വെളിച്ചെണ്ണയും കടുകും ഇട്ട് കൊടുത്തു. കടുക് പൊട്ടി വന്ന സമയത്ത് ഇതിലേക്ക് അരിഞ്ഞു വെച്ച പച്ചമുളകും വെളുത്തുള്ളിയും തേങ്ങാക്കൊത്തും ഇട്ട് കൊടുത്തു. വെള്ളത്തിലിട്ട ചേമ്പിൻ തണ്ട് നന്നായി ഞെക്കിപ്പിഴിഞ്ഞ് എടുക്കുന്നുണ്ടേ. ഇതിലേക്ക് കറിവേപ്പിലയും ഇട്ട് കൊടുക്കുന്നുണ്ടേ. പിന്നീട് കഴുകി വെച്ച ചേമ്പിൻ തണ്ടും ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ലേശം മഞ്ഞൾപ്പൊടി ഇട്ട് നന്നായി ഇളക്കി കൊടുക്കുന്നുണ്ടേ. ഇവ നന്നായി വഴറ്റിയതിന് ശേഷം വറുത്തരച്ച തേങ്ങയും ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഈ കൂട്ട് നന്നായി ഇളക്കുന്നുണ്ടേ. തോരൻ വയ്ക്കാം, കൂടി മീനിട്ട് മീൻ തോരൻ വയ്ക്കാം, മീൻ ഉണക്കമീനിട്ട് കറി വയ്ക്കാം, തീയൽ വയ്ക്കാം, തോരൻ വയ്ക്കാം, മെഴുക്ക് വരട്ടാത്. പിന്നെ മറ്റ് അസുഖങ്ങളൊന്നും ഉണ്ടാകത്തില്ല, ശരീരത്തിന് നല്ല, അങ്ങനെയൊക്കെ പറയാം. ചേമ്പിൻ തണ്ട് എങ്ങനെയൊക്കെ കൂട്ടാൻ വെക്കാമെന്ന് അമ്മ പറയുകയാണേ. ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുത്തേ. പിന്നീട് കുറച്ച് പുളിവെള്ളം കൂടി ചേർക്കുന്നുണ്ട്. പുളിവെള്ളം ഒഴിച്ച് മൺകലത്തിലേക്ക് തിളപ്പിക്കാൻ വെക്കുന്നുണ്ടേ. ഇവിടെ വെളിച്ചെണ്ണയിൽ കടുകും സവാളയും കറിവേപ്പിലയും ഒക്കെ ചേർത്ത് താളിക്കാൻ റെഡിയാക്കുന്നുണ്ടേ. നന്നായി തിളച്ച കറിയിലേക്ക് ഈ താളിച്ചതും ഇട്ട് കൊടുക്കുന്നുണ്ടേ. ഇത് ചോറിൻ്റെ കൂടെയും രാവിലത്തെ കാപ്പിയുടെ ഒക്കെ കൂടെ നല്ല കോമ്പിനേഷനാണ് കേട്ടോ. ഇഷ്ടമായ സപ്പോർട്ട് ചെയ്യണേ. എന്നാൽ പിന്നെ ഞാനങ്ങോട്ട്